പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിൽ അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധ ദൈവം നൽകുന്ന എല്ലാ ദാനങ്ങളെയും ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഓർക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളും പലവിധ തടസ്സങ്ങളിൽ ആയിരുന്ന സമയങ്ങളിലെല്ലാം ബ്രേക്ക് ത്രൂ നൽകി മാനിച്ച് നമ്മെ വഴി നടത്തിയ ദൈവത്തിൻ്റെ കരത്തിനായി സ്തോത്രം ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൂട്യൂബിലൂടെയൊക്കെ കമൻസുകളിട്ട്, വീഡിയോ കണ്ട് കമൻസുകളിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സമയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ദൈവസഭയായി സമയങ്ങൾ വേർതിരിച്ചിരുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു. ഞാനതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കെല്ലാം കർത്താവ് മറുപടി നൽകുന്നു എന്നുള്ളതിനാൽ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്ത് ഈ പ്രഭാതത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സഭയായും ഒക്കെ നിങ്ങൾക്കായി വീണ്ടും പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി, ധ്യാനത്തിന് ആധാരമായി തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നത്. 11-ാം വാക്യം: യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആകും. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ. നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ പിഴുകി. 13-ാം വാക്യം ഇങ്ങനെയാണ്: നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി, നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവരും. കർത്താവിൽ ശ്രേഷ്ഠരെ, ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് പാടിയതായിരിക്കുന്ന ഗാനം, ഇതിന്റെ വരികള് നാം വായിച്ചത്: യഹോവേ, നീ ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ. ഇസ്രായേലിലെ അടിമത്വം അവസാനിച്ചു പുറത്തു വന്ന ജനം സന്തോഷത്തോടെ ദൈവത്തെ പാടി. പാപത്തിൻ്റെ ചങ്ങലകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി പരിശുദ്ധ രക്തമായ യേശുവിൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചു ഏതു സമയവും പിതാവിനോട് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമായി ദൈവിക കൂട്ടായ്മയിലുള്ള ദൈവത്തോടുള്ള ബന്ധം നമുക്ക് നൽകി തന്ന നമ്മുടെ യേശുവിന് സകല മഹത്വവും നൽകി രക്ഷിക്കപ്പെട്ട നാം, ദൈവത്തെ വിളിക്കുന്ന നാം, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതായിരിക്കുന്ന നാം, നമ്മുടെ പാപജീവിതം അവസാനിപ്പിച്ച് പുതിയൊരു മനുഷ്യനായി പുതിയൊരു ജീവിതത്തിലേക്ക് കർത്താവ് നടത്തിയ നമ്മെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നാം ദൈവത്തിൽ പാടി സ്തുതിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, അവിടെ വചനം നാം വായിച്ചത് ഇങ്ങനെയാണ്: ദേവന്മാരിൽ നിനക്ക് തുല്യനാ. ഒത്തിരി ദേവന്മാരുണ്ട്, പക്ഷേ അവിടെ ദൈവമേ, നിനക്ക് തുല്യനാരും ഇല്ല. ഈ ദൈവത്തിന് തുല്യമായെന്ന് ദൈവവചനം പറയുകയാണ്. കാരണം കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്നതായ ചെങ്കടലുകളെ വിഭാഗിച്ചുകൊണ്ട് തൻ്റെ ജനത്തെ വഴി നടത്താൻ ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ മേൽ കൃപ തോന്നി. മുൻപിൽ ചെങ്കടലും പുറകിൽ ഫറവോനും സൈന്യവുമായി നിൽക്കുന്ന, മുൻപോട്ടും പിൻപോട്ടും നോക്കുമ്പോൾ ഭയങ്ങളാൽ നിറയപ്പെട്ട ജീവിതത്തിൻ്റെ നടുവിലും ദൈവം തൻ്റെ ജനത്തെ വഴി നടത്തുകയും ശത്രുവിനെ തൻ്റെ ജനത്തിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് വലിയ വിജയം തൻ്റെ ജനത്തിന് നൽകിക്കൊടുക്കുകയും ചെയ്ത ഒരു ദൈവം നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് തുല്യം പറയാൻ വേറെ ആരുമില്ല. പാട്ടുകാരൻ പാടിയല്ലോ: തുല്യം ചൊല്ലാ ആരുമില്ലേ അങ്ങേ പോലെ
പോലെ യേശുവേ. ഇത്ര നല്ല അർത്ഥവത്തായ വരികളാണ്. തുല്യം ചൊല്ലാൻ അങ്ങേപ്പോലെ ആരുമില്ല യേശുവേ. നമ്മളെ രക്ഷിച്ച നമ്മുടെ രക്ഷ. പ്രിയമുള്ളവരെ, ഈ വചനം പറയുന്നു, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ. ഈ പ്രഭാതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും. അസാധാരണമായ അത്ഭുതം ചെയ്യാൻ കഴിവുള്ളൊരു ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമാണ്, നിങ്ങൾ ആരാധിക്കുന്ന ദൈവമാണ്. ഈ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവമഹത്വം, ആ ഗ്ലോറി നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാനുള്ള വലിയ ദൈവ പ്രവൃത്തികളെ ചെയ്യും. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് അല്ലേ. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായ ദൈവമാണ്. നിനക്ക് തുല്യനാർ ആരുമില്ല. ഒക്കെ മരണത്തെ ജയിച്ച, ലോക ചരിത്രത്തിൽ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും മരിക്കാതെ ഇന്നും ജീവിക്കുന്ന ഒരേ ഒരു ദൈവം, ഒരേ ഒരു മനുഷ്യനായി അവതരിച്ച ഒരേ ഒരു മനുഷ്യൻ കർത്താവായ യേശുവാണ്. നിനക്ക് തുല്യനാർ ആരുമില്ല യേശുവിനെ പോലെ. ബാക്കിയെല്ലാം ജനിച്ചു, മരിച്ചു, ചിലർ ഉയർത്തെഴുന്നേറ്റു, അവർ വീണ്ടും മരിച്ചു. എന്നാൽ യേശു മാത്രം ഇന്നും ജീവിക്കുന്നു, ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ കാണും. നിങ്ങളെ മുൻപോട്ട് നടത്താൻ അവൻ മതിയായവനാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി, നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി. നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുപോകും. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി. ഇടവഴിയിലിട്ടെന്നല്ല, തിരിഞ്ഞു നോക്കാതെ ദൈവം നടന്നെന്നല്ല, ദൈവം അവരെ ചെങ്കടലിൽ മുക്കിയെന്നല്ല, ദയയാൽ നടത്തി. നിങ്ങളെ മുൻപോട്ട് നടത്തും. ഇടവഴിയിൽ ഇടുകയില്ല, ഇടവഴിയിലിട്ട് തളർത്തുകയില്ല. കാര്യം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി നിങ്ങളെ ദയയാൽ മുൻപോട്ട് നടത്തുന്ന ദൈവമാണ്. നിങ്ങളെന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മേലെ പരിഹാരം നൽകി നിങ്ങളെ മുൻപോട്ട് ദൈവം നടത്തുന്ന ദൈവമാണ്. നമുക്കിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്ത് നിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഡെയിലി പ്രോമിസ് വേർഡിലൂടെ ദൈവവചന സന്ദേശങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും അനേകർക്ക് ഈ വചനങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ദൈവമേ, അവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങൾ ചെയ്യുന്ന അങ്ങേക്ക് നന്ദി. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന അങ്ങേക്ക് നന്ദി. അങ്ങ് നിന്റെ ജനത്തെ നടത്താൻ, ഞങ്ങളെ നടത്താൻ മതിയായവനാണ്. ഇടവഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. മരണം വരെയും നടത്താൻ കഴിവുള്ളവനും വിശ്വസ്തനുമാണ്. മരണത്തിനപ്പുറത്തും അങ്ങയോടൊപ്പം ഒരുമിച്ചായിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് അങ്ങയുടെ വിശുദ്ധ ജനമാകുന്ന നിന്റെ ജനമാകയാൽ ഈ പകലിലും ഈ പ്രഭാതത്തിലും നിന്റെ കുഞ്ഞുങ്ങളെ മുൻപോട്ട് നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. മുന്നിലുള്ള സകല തടസ്സങ്ങളെയും മാറ്റി, പിശാച് പുറകിൽ നിന്ന് ഭയപ്പെടുത്തുന്ന എല്ലാ അന്തരീക്ഷത്തെയും മാറ്റി അങ്ങ് ദയയാൽ മുൻപോട്ട് നടത്തി അനുഗ്രഹിക്കുന്നതിനായിട്ട് ഈ പ്രഭാതം അങ്ങനൊരു വിജയത്തിൻ്റെ ദിവസമായി മാറട്ടെ. നല്ല സാക്ഷ്യത്തിൻ്റെ ദിവസമായി മാറട്ടെ. അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. ദൈവത്തെ സാക്ഷീകരിക്കത്തക്ക നിലകളിൽ അത്ഭുതങ്ങൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമായി മാറട്ടെ. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകയാൽ നന്ദി.
യേശുവിൻ നാമത്തിൽ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഇടവഴിയിൽ നിന്ന ജീവിതം തകരുകയില്ല. കർത്താവിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ മുൻപോട്ട് പോകാം. ദൈവം ദയയാൽ നിങ്ങളെ മുൻപോട്ട് നടത്തും. ഗോഡ് ബ്ലെസ് യു.